ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നല്ല ഒരുക്കത്തോടെ, ദാഹത്തോടെ, കൊതിയോടെ നമ്മൾ കാത്തിരുന്ന ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ ദിവസം. പ്രിയ സഹോദരങ്ങളെ, ആദിമ സഭയില് അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദിവസമാണെന്ന്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളില് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. തങ്ങൾ ഓരോരുത്തരുടെയും മേല് അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരോരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവരെല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ദിവസമാണ്. പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ മേൽ അങ്ങോട്ട് വന്ന് ആവസിച്ചപ്പോ അവരുടെ ജീവിതം മാറി, അവരുടെ വ്യക്തിത്വം മാറി. വലിയൊരു രൂപാന്തരം അവരുടെ ലൈഫിൽ ഉണ്ടാവാണ്. പേടിച്ചരണ്ട് വാതിലടച്ചിരുന്ന ഈശോയുടെ അപ്പസ്തോലന്മാർക്ക് പ്രവാചക ധീരതയാൽ ജ്വലിച്ച് പ്രസംഗിക്കാൻ, ലോകത്തിന്റെ അതിർത്തികൾ വരെ തമ്പുരാന് വേണ്ടി ഓടാൻ, ജീവൻ കൊടുത്തും ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനുള്ള ഒരു കൃപ ലഭിച്ചു. എല്ലാ തരത്തിലുള്ള വരദാനങ്ങളും ശക്തിപ്പെടുന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ നിറഞ്ഞതിന് ശേഷമാണ്. 3 വർഷക്കാലം ഈശോയുടെ കൂട്ടത്തിൽ നടന്നിട്ടും അവർക്ക് കിട്ടാതിരുന്ന ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ മേൽ ആവസിച്ചപ്പോ അവർക്ക് കിട്ടി. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നാള് കഥകടച്ച് ഉള്ളിലിരുന്ന ശിഷ്യന്മാര് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ കർത്താവിനെ പ്രഘോഷിക്കുന്ന പ്രഘോഷകരായിട്ട് ധൈര്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണാം. പിന്നെ കൊച്ചു സഹനങ്ങളൊന്നും അവരുടെ ജീവിതത്തെ തളർത്തുന്നില്ല. പലപ്പോഴും നല്ല അടിയൊക്കെ കൊണ്ട്, എന്തിന്? കർത്താവിന്റെ വചനം പ്രസംഗിച്ചതിന്, ഈശോയെ കുറിച്ച് സംസാരിച്ചതിന് അവരെ പിടിച്ച് ഡ്രസ്സൊക്കെ ഉരിഞ്ഞു മാറ്റി നല്ല അടി കൊടുത്തിട്ട് തിരിച്ചുവിടും. മിണ്ടിപ്പോരുന്നു ഈശോയെ പറ്റി എന്ന് പറഞ്ഞ്. പക്ഷെ ശിഷ്യന്മാര് വന്നിട്ട് എന്താ ചെയ്യണേ? എന്തോരം വിലയ്ക്കോ അതിന്റെ ഇരട്ടി ഉത്സാഹത്തോടെ അവർ ഈശോയെ പ്രസംഗിക്കും. അവർക്ക് 2 അടി കിട്ടിക്കഴിഞ്ഞാൽ അവര് എന്താ ചിന്തിക്കണത്? ഈശോയെ പ്രതി അപമാനം സഹിക്കാൻ ഞങ്ങൾക്കൊരു കൃപ കിട്ടിയില്ലോ, ഈശോയെ പ്രതി, ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയില്ലോ. പിന്നെ സഹനമൊന്നും അവരുടെ ജീവിതത്തില് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ലാണ്ടായി. അപ്പസ്തോലന്റെ സഹനം എന്ന് പറഞ്ഞിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളില് പറഞ്ഞിരിക്കുന്ന ഭാഗം വായിച്ചാൽ നമുക്കറിയാം, ഈ പൗലോസ്ലീഹയൊക്കെ എന്തുമാത്രം വചനത്തെ പ്രതി സഹിച്ചിട്ടുണ്ടെന്ന്. രാവും പകലും കടലിൽ ഒഴുകി നടക്കുന്നതും, എന്താ പറയണ, അടികൊള്ളുന്നതും, കാരാഗ്രഹത്തിലും മറ്റു പലയിടങ്ങളിലും എന്തുമാത്രം പീഡനം ഈ മനുഷ്യനേറ്റു. പക്ഷെ ഒരിക്കലും ഒരു പരാതിയില്ല, ആരോടും പരാതിയില്ല, മുറുമുറുപ്പില്ല, മുഖമാട്ടം ഇല്ല, ഒന്നുമില്ല. ഒറ്റ ചിന്തയുള്ളോ, ദൈവത്തിന്റെ സഭ വളരണം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ലഹരിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മള് പോലും പിന്നെ നമ്മൾ ദൈവിക മനുഷ്യരായിട്ട് അങ്ങോട്ട് മാറല്ലേ. പിന്നെ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരുടെ ജീവിതം തമ്പുരാനിലേക്ക് അങ്ങോട്ട് ആകർഷിക്കപ്പെടും. നമ്മുടെ സംസാരവും പെരുമാറ്റവും വ്യക്തിത്വം ഒക്കെ അങ്ങോട്ട് മാറും. മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. ആയിരിക്കുന്ന ഇടങ്ങളിൽ എവിടെ ചെന്നാൽ അഭിഷേകം. ശിഷ്യന്മാരുടെ തൂവാല തൊട്ടപ്പോഴത്തേക്ക് അവിടെ രോഗശാന്തി. ശിഷ്യന്മാര് പോകുന്ന അടുത്ത് തെരുവുകളിൽ കൊണ്ടുവന്ന് കട്ടിലുകളില് ആരെ കിടത്തിയേക്കാ? രോഗികളെ കിടത്തിയേക്കാ. പത്രോസിന്റെ നിഴലെങ്കിലും അടിച്ചിട്ട് സുഖം പ്രാപിക്കട്ടെ എന്ന് വെച്ചു. ഇത്രയും നാളും പൗലോസും പത്രോസൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ അപ്പസ്തോലന്മാരിന്ന് വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ പത്രോസിനെയും പൗലോസിനെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലൊക്കെ ഫിലിപ്പോസിനെയൊക്കെ ആത്മാവ് സംവഹിച്ചു കൊണ്ടുപോകണം നമ്മൾ കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ അസാധ്യമായിട്ട് എന്ത് കാര്യമുള്ളത്? ഈ ആത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള കെട്ടുകൾ അങ്ങോട്ട് പൊളിക്കും കർത്താവ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഈ പൗലോസ്ലീഹയും സീലാസും കൂടി ഇവർ ഈശോയെ പ്രഘോഷിച്ച ഒറ്റ കാരണത്താല് ഈശോയെ കുറിച്ചൊക്കെ സത്യസുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ
തെറ്റായ മാർഗങ്ങളിൽ നിന്നൊക്കെ പലരും മാറി നടക്കണമെന്ന് കണ്ടപ്പോൾ അധികാരികൾക്ക് കലിപ്പായി. അവരിവരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, നല്ല അടിയൊക്കെ കൊടുത്തിട്ട് കാലിന് രണ്ടിന് ആമം വെച്ചിട്ട് കാരാഗ്രഹത്തിലിട്ടേക്കാം. അർദ്ധരാത്രിയോടടുത്ത് ഈ രണ്ടുപേരും പൗലോസ്ലീഹയും സീലാസും കൂടി കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. തടവുകാരിത് കേട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇവര് ഈ കീർത്തനം പാടി ജയിലിൽ കിടക്കുമ്പോഴും ഇവർക്ക് പരിശുദ്ധാത്മാവ് എന്തു പ്രേരണ കൊടുക്കണത്? കീർത്തനം പാടി സ്തുതിക്കാനുള്ള ഒരു അഭിഷേകം. ദൈവത്തിന്റെ സഹന നിമിഷങ്ങളാണ്, വേദനിക്കുന്ന നിമിഷങ്ങളാണ്, ആരും കൂട്ടിനില്ലാത്ത അവസ്ഥയാണ്. അവരവിടെ ചടഞ്ഞിരുന്ന് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടല്ല ചെയ്തത്. പരിശുദ്ധാത്മാവിന് നിറഞ്ഞു കഴിഞ്ഞപ്പോ ചങ്കും മുറിഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലഹരിയായി. അവരുടെ ജീവിതത്തിന്റെ സഹനങ്ങളൊക്കെ അവർ മറക്കാണ്. കർത്താവേ സന്തോഷായി, നന്ദി പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഈശോയെ, ഞങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. ആ ഒരു ഓർമ്മയോട് കൂടി ഇവരങ്ങോട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഈ സ്തുതിപ്പങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാവരുടെയും കൈകളിലുണ്ടായിരുന്ന ചങ്ങലകളെ കഴിഞ്ഞു വീണു. ഈ കേട്ടുകൊണ്ടിരുന്ന തടവുകാരുടെയും ചങ്ങല പൊട്ടി. ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ജീവിതത്തില് ഇപ്രകാരം പരിശുദ്ധാത്മാവ് കൃപ തന്നിട്ടില്ലേ? നമുക്ക് സ്തുതിക്കാനുള്ള എല്ലാ കൃപയും ദൈവം തന്നിട്ടുണ്ട്. ഈശോയെ ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ഏത് ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയിലായാൽ പോലും, തളർന്നു കിടക്കുമ്പോഴും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും എവിടെ പോയാലും ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ വീഴും. ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചതും ഈശോയെ പ്രഘോഷിച്ചതുമാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ഈശോയുടെ ഇന്നത്തെ ദിവസം പന്തക്കോസ്താ തിരുനാൾ ദിവസം ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്. തിന്മ നടമാടുന്ന ഈ ലോകത്തിലേക്ക് ഇറങ്ങി ഈ തിന്മയെ നന്മ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തില് പ്രകാശത്തിന്റെ കിരണങ്ങൾ വീശാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് സുവിശേഷം പറഞ്ഞുകൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈശോ ഏക രക്ഷകനാണ്, ഈശോ മാത്രമാണ് സത്യദൈവമെന്ന് മറ്റുള്ളവരെ മുഖത്തോക്കി പറയാനുള്ള ചങ്കുറ്റം നമുക്കുണ്ടോ? നമുക്ക് പേടിയാണ്, ഭയാണ്. തോമാസിക ഇവിടെ വന്നിട്ട് ഹൈന്ദവരോടാണ് സുവിശേഷം പറഞ്ഞത്, അല്ലാണ്ട് ഇവിടെ ക്രിസ്ത്യാനികളോടല്ല. നമുക്ക് അന്യമതസ്ഥരോടൊക്കെ ഈശോയെ കുറിച്ച് പറയാൻ ഭയാണ്, ഭയപ്പാട് നമ്മളെ കീഴടക്കാണ്. പലപ്പോഴും ഈശോയെ പ്രഘോഷിക്കാൻ, ഈശോയെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോലും, ഒരു ക്രിസ്ത്യാനി എന്ന് പറയാൻ പോലും നാണക്കേടുള്ള ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട്. എന്തിനു മാമോദിസ സ്വീകരിച്ചു? എന്തിനീ പേര് വിളിക്കപ്പെടണേ? കുറെ ചടങ്ങുകൾ നമ്മൾ കാട്ടിക്കൂട്ടും ഇല്ലേ? ഞായറാഴ്ച പേരില് നമ്മൾ വള്ളിപ്പോവും. എന്നിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് എതിർസാക്ഷ്യം കൊടുത്തുകൊണ്ട് ഏറ്റവും പുറകിൽ കൈയും കെട്ടി വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് വാന്നുള്ള മട്ടിൽ നിൽക്കും. കുറെ യൂത്തിനെ കണ്ടിട്ടുണ്ട്, സഭയുടെ നട്ടെല്ലുകളെ പുറത്താണ്, പള്ളിയുടെ പുറത്ത് കർത്താവിന് പുറം തിരിഞ്ഞിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കി ലോകത്തുള്ള സകല കാഴ്ചകളും കണ്ട്. തമ്പുരാന്റെ ആത്മാവിനെ നമ്മൾ എന്തോരം നോവിക്കണേ. പ്രിയ സഹോദരങ്ങളെ, സാക്ഷ്യം കൊടുക്കണത് ഇങ്ങനെയല്ല. ഈ പന്തക്കുസ്താ തിരുനാൾ ദിനത്തില് തീരുമാനം എടുക്കണം. കർത്താവെ, അങ്ങ് എനിക്ക് തന്ന സകല ശക്തിയോടും കൂടെ ഞാൻ അങ്ങയെ പ്രഘോഷിക്കും. എന്റെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുമ്പോ കർത്താവെ, ഞാൻ ബോധപൂർവ്വം അതിനെതിരെ സുല്ലിട്ട് യുദ്ധം ചെയ്ത് ജയിക്കും. ആത്മീയ ആയുധങ്ങൾ ഞാൻ ധരിക്കും. ദൈവത്തിന്റെ തിരുമുൻപില് സ്നേഹത്തോടെ നന്ദിയോടെ ആയിരിക്കാം. പരിശുദ്ധാത്മാവ് സിംഹന്മാരിൽ നിറഞ്ഞ, പ്രവാചകരിൽ നിറഞ്ഞ, ഈശോയെ നയിച്ച പരിശുദ്ധാത്മാവെ, ഈ അന്ധകാരം നിറഞ്ഞ കാലഘട്ടത്തില് തിന്മയുടെ പലതരത്തിലുള്ള കുത്തൊഴുക്കുകളിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് ഞങ്ങൾ ഈശോയുടെ സാക്ഷികളാക്കി മാറ്റണമെന്ന് ചങ്കുമുറിഞ്ഞുന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. പ്രവാചകന്മാരിലൂടെ സംസാരിച്ച അതേ ആത്മാവ് നമ്മളിലൂടെയും സംസാരിക്കും. ആദിമ ശിഷ്യന്മാര്, ആദിമ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന ഒരു ചൈതന്യം, കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ ആ ഒരു അരൂപി, അവര് ഏക അഭിപ്രായം അവർക്കുണ്ടായുള്ളൂ. അവർക്കൊന്നും സ്വന്തമായിട്ടുണ്ടായില്ല. പങ്കുവെക്കലിന്റെ ഒരു അഭിഷേകം അവർക്കുണ്ടായിരുന്നു. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളൊന്നും ഇന്നത്തെ ദിവസം ഇരുന്ന് വായിക്കണം. ആദ്യം മുതൽ അവസാനം വരെ ഇന്നത്തെ ദിവസം കിട്ടുമ്പോ നല്ല ഒരു സ്പിരിറ്റ് നമ്മളിലേക്ക് നിറയപ്പെടണം. അപ്പസ്തോലന്മാർ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോ ജീവിച്ചത്? കുറെ കാര്യങ്ങൾക്ക് അവര് വേണ്ടാന്ന് വെച്ചു. ലോകത്തിന്റെ ദുർനടപ്പുകളൊക്കെ അവസാനിപ്പിച്ചു. അവർ തമ്പുരാൻ ഒന്നാം സ്ഥാനം കൊടുത്തു. ദൈവവിശ്വാസം എവിടെയും ഏറ്റുപറയാൻ ഇല്ലേ? പത്രോസിയൊക്കെ എന്താ ചെയ്ത? വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ തലകീഴായിട്ട് ക്രൂശിക്കപ്പെട്ടത്. എല്ലാവരും വെട്ടിമുറിക്കപ്പെട്ടൊക്കെ മരിച്ചവരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, രക്തസാക്ഷികളായിട്ട് മരിച്ചവരാണ് എല്ലാവരും തന്നെ. നമ്മുടെ യോഹന്നാൻ സ്ലീഹയാണ് പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തി മരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ രക്തസാക്ഷിത്വത്തിന് വേണ്ടി ഒരുങ്ങണം.
പന്തക്കുസ്ത തിരുനാൾ ദിവസം ഈശോയോട് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, ഈശോയെ എന്നെ ഒരു രക്തസാക്ഷിയാക്കി മാറ്റണേ. വിശ്വാസം പ്രഘോഷിക്ക് ഏറ്റുപറയേണ്ട സമയങ്ങളില് ചഞ്ചലിക്കാതെ കഴുത്ത് വെട്ടാമെന്നവരുടെ മുമ്പില് കഴുത്ത് നീട്ടിക്കൊടുക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണേ. കൈയും കാലും വെട്ടിയിടുമ്പോഴും ഈശോയെ ചർമ്മം ഉരിയപ്പെടുമ്പോഴും ആദിമ രക്തസാക്ഷികളെ പോലെ ചങ്കുറ്റത്തോടെ യേശുവിന്റെ നാമം ഉച്ചരിച്ച് നിൽക്കാൻ കർത്താവെ എനിക്ക് ശക്തി തരണമേ. അന്ധകാരം നിറഞ്ഞ നാളുകളെ വരണമേ. രക്തസാക്ഷിത്വത്തിന്റെ നാളുകൾ അടുത്തു. പ്രിയ സഹോദരങ്ങളെ, സാക്ഷി നൽകാൻ പറ്റണമെങ്കിൽ ഇന്ന് ഹൃദയം തമ്പുരാനോട് ചേർത്ത് വെക്കണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, പന്തക്കുസ്ത തിരുനാൾ ദിവസം എനിക്ക് വേണ്ടത് ധൈര്യമാണ്. ഈശോയെ പ്രഘോഷിക്കാനുള്ള ധൈര്യം തരണേ പരിശുദ്ധാത്മാവേ. രക്തസാക്ഷിത്വത്തോളം ഈശോയെ സ്നേഹിക്കാൻ സ്വർഗം മാത്രം മുന്നിൽ കണ്ട് ഈശോ ഏക സത്യദൈവമെന്ന് ഉച്ചസ്ഥരം പ്രഘോഷിച്ച് കർത്താവിന് സാക്ഷി നൽകുന്ന ഒരു ചാവേറാക്കി എന്നെ മാറ്റണേന്ന് ധൈര്യമുള്ളവർ പ്രാർത്ഥിക്കും. അങ്ങനെ നീ കർത്താവിന്റെ ദൈവ പൈതലാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത വഴികളിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടോ നിനക്ക്? അതിനുള്ള ചങ്കുറ്റം ഉണ്ടോ? ആത്മധൈര്യം ഉണ്ടോ? അത് ഈ ലോകത്തിന്റെ ചെളിക്കുണ്ടി വീണ് കിടന്ന് മറിഞ്ഞ് അഗ്നി തടാകത്തിലേക്ക് പോകണോ? തീരുമാനം എടുക്കാം. പരിശുദ്ധാത്മാവോട് ചോദിക്കാം, പരിശുദ്ധാത്മാവേ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പരിശുദ്ധാത്മാവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഈ പന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവേ, ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ ആത്മാവ് വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ അങ്ങ് ചലിപ്പിക്കണമേ. ഈശോയ്ക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളാൻ, ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഓരോ ചലനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, ഈ ലോകത്തിൻ്റെതായ തിന്മകളെ, സുഖങ്ങളെ, ആഡംബരങ്ങളെ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം മുന്നിൽ കണ്ട്, സ്വർഗം മാത്രം മുന്നിൽ കണ്ട് ഈ ലോക ജീവിതം ക്രമപ്പെടുത്താനുള്ള ഒരു അഭിഷേകം ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളിലും അങ്ങ് വന്ന് നിറയണമേ. പരസ്പര സ്പർദ്ധയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, അഹങ്കാരത്തിന്റെ കെട്ടുകളെല്ലാം അങ്ങ് പൊട്ടിച്ചെറിയണമേ. ആത്മീയ അലസതയിൽ നിന്ന് ഓരോ മക്കളെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഭയം നിമിത്തം ഈശോയെ പ്രതി സഹിക്കാനിരിക്കുന്ന പീഡകളിൽ നിരാശപ്പെട്ടിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഏതൊരു രോഗപീഡയിലും ഏതൊരു സഹനത്തിലും ഈശോ എന്റെ കൂടെയുണ്ട്, സ്വർഗം എന്റെ മുമ്പിലുണ്ടെന്നുള്ള ചിന്തയോടുകൂടി ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട്, ഈശോ കടന്നുപോയ അതേ വേദനകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നുള്ള ഒരു ഓർമ്മയോടുകൂടി സഹനങ്ങളെ സന്തോഷമായി പകർത്താനുള്ള അഭിഷേകം എല്ലാ മക്കളിലേക്ക് നിറയട്ടെ. വലിയ ആനന്ദത്താൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ പൂരിതമാകട്ടെ. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവെ, ഓരോ മക്കളെയും ഇത്രയും ദിവസം ഈശോയുടെ വചനം കേട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപകൾക്ക് വേണ്ടി ഒരുങ്ങിയ എല്ലാ മക്കളിലേക്കും ആത്മാവെ നീ വന്ന് നിറയണമേ. പുതിയ വ്യക്തിത്വമാക്കി ഓരോരുത്തരെയും മാറ്റണമേ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവെ, നിന്റെ അനുഗ്രഹം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമേ. ആത്മാവിന്റെ കൃപകളും വരങ്ങളും ഫലങ്ങളും ഓരോ മക്കളിലും വന്ന് നിറയട്ടെ. വരദാന ഫലങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കുടുംബമായി ഓരോ ക്രൈസ്തവ കുടുംബവും രൂപാന്തരപ്പെടട്ടെ. ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഫോർമേഷൻ കാലഘട്ടങ്ങളിലായിരിക്കുന്ന മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, നിനക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള ധൈര്യം എല്ലാ മക്കളിലേക്കും നിറയപ്പെടട്ടെ. അങ്ങനെ ഈശോയെ ഭിന്നിച്ചു നിൽക്കുന്ന സഭയെ കൂട്ടിക്കെട്ടുന്ന കണ്ണികളായി ഓരോ ക്രിസ്ത്യാനിയെയും അങ്ങ് ചലിപ്പിച്ച് രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.